വർഷം 2020. ലോകം കോവിഡ് മഹാമാരിയുടെ പിടിയിൽ സ്തംഭിച്ചു നിൽക്കുന്ന സമയം. ഇന്ത്യക്ക് പകരം UAE ആണ് അന്ന് IPL വേദിയായത്. വിമർശകരും ക്രിക്കറ്റ് പണ്ഡിറ്റുകളും വയസ്സൻ പട്ടയം എഴുതി തള്ളിയിട്ടും 2018 കിരീടവുമായി വമ്പൻ തിരിച്ചുവരവ് നടത്തുകയും 2019 ഫൈനൽ കളിക്കുകയും ചെയ്ത ടീമാണ്. അതിൻ്റെ അമിതാത്മവിശ്വാസത്തിലായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഗംഭീര തുടക്കം. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് തുടക്കം. പക്ഷേ ആ വിജയത്തിൽ അവസാനിച്ചു എല്ലാം. പിന്നീട് അങ്ങോട്ട് തുടർ തോൽവികൾ. ആദ്യ 7 മത്സരത്തിൽ 5ലും തോൽവി. ഷാർജയിൽ നടന്ന രണ്ടാം എൽ ക്ലാസിക്കോ പോരിൽ 10 വിക്കറ്റിനാണ് മുംബൈ ചെന്നൈയെ നിലംപരിശാക്കി കളഞ്ഞത്. താരതമ്യേന തങ്ങളെക്കാൾ ദുർബലരായ സ്കോഡുമായി സീസണിനെത്തിയ ഡൽഹിയുമായും ഹൈദരാബാദുമായും ബംഗളൂരുവുമായുമെല്ലാം ടീം അടപടലം തോറ്റു. ഒടുക്കം 4 ജയവുമായി തുടക്കത്തിലെ തോൽവി പരമ്പരയുടെ ആഘാതത്തിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. സീസൺ അവസാനിക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ 7ാം സ്ഥാനത്ത്. ചരിത്രത്തിൽ ആദ്യമായി പ്ലേ ഓഫ് കാണാതെ ചെന്നൈ പുറത്ത്. ആരാധകരെല്ലാം രോഷം കൊണ്ടു. വയസ്സൻ പട്ടയം ആക്ഷേപിച്ചവർ ഒരിക്കൽ കൂടി വിമർശനം കടുപ്പിച്ചു. പക്ഷേ അവസാന മത്സരവും കഴിഞ്ഞ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഹർഷ ബോഗ്ലെയുടെ ചോദ്യങ്ങളോട് നായകൻ മഹേന്ദ്ര സിംഗ് ധോണി ഒരു കാര്യം മാത്രം ഉറപ്പിച്ചു പറഞ്ഞു: വി വിൽ കം ബാക്ക് സ്ട്രോങ്ങർ. ദാറ്റ്സ് വാട്ട് വി ആർ നോൺ ഫോർ. അതെ, അതാണ് ചെന്നൈയുടെ പാരമ്പര്യം. കിളവന്മാരുടെ സംഘമെന്നും ഫയർ പവറില്ലെന്നും T20 വീരമില്ലെന്നുമെല്ലാം വിമർശകർ ആക്ഷേപിക്കും. പക്ഷേ കൂടുതൽ കരുത്തരായി കിരീടവും തലയിൽ വെച്ചായിരിക്കും ഓരോ സമയവും ചെന്നൈ അതിനെല്ലാം മറുപടി നൽകുക. തൊട്ടടുത്ത സീസണിൽ ധോണി ആ വാക്ക് പാലിക്കുകയും ചെയ്തു. UAEയുടെ ചൂടുകാറ്റും കാലാവസ്ഥയും പിടിക്കാത്ത വയസ്സൻ പടയെന്ന് പരിഹസിക്കപ്പെട്ട അതേ ടീമിനെ വെച്ച് അതേ അറേബ്യൻ മണ്ണിൽ ധോണി അത്ഭുതങ്ങൾ കാണിച്ചു. ദുബൈയിൽ കൊൽക്കത്തയെ 27 റൺസിന് തോൽപ്പിച്ച് ചെന്നൈക്ക് 4ാം IPL കിരീടം. 2022 സീസൺ ചെന്നൈ തുടങ്ങുന്നത് വലിയൊരു ഷോക്കുമായിരുന്നു. സീസൺ തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്വതസിദ്ധമായ ശൈലിയിൽ ധോണി ക്യാപ്റ്റൻസിയോടിഞ്ഞെന്ന് പ്രഖ്യാപിക്കുന്നു. പകരം ആ തൊപ്പി ഏൽപ്പിച്ചത് ഓൾറൗണ്ടറും ചെന്നൈയുടെ സൂപ്പർ സ്റ്റാറുമായ രവീന്ദ്ര ജഡേജയെ. എന്നാൽ 2020 ദുബൈ ദുരന്തത്തിലും വലിയൊരു ദുരന്തമായിരുന്നു ചെന്നൈയെ കാത്തിരുന്നത്. തോൽവിയോടെ തോൽവി. ക്ലൂലെസ്സായി മൈതാനത്ത് കറങ്ങി നടക്കുന്ന ജഡേജ. ക്യാപ്റ്റൻസി മുൾക്കിരീടം പോലെ ജഡേജയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിനെയും ബാധിച്ചു. ഒടുവിൽ സീസണിന്റെ പാതിയിൽ ധോണി ക്യാപ്റ്റൻസി തിരിച്ചെടുത്തു. എന്നിട്ടും ഫലമുണ്ടായില്ല. 14 മത്സരത്തിൽ 10 തോൽവിയുമായി തകർന്നടിഞ്ഞു മഞ്ഞപ്പട. ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം. പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്ത്. ബദ്ധവൈരികളായ മുംബൈ ആണ് പിന്നിലുള്ളത് എന്ന ഏക ആശ്വാസം മാത്രമായിരുന്നു അന്നുണ്ടായത്. 2020 ധോണിയുടെ വാക്കാണ് അന്ന് ക്രിക്കറ്റ് ആരാധകർ ഓർമ്മിപ്പിച്ചത്: ഏത് പടുകുടിയിൽ നിന്നും വർദ്ധിത വീര്യത്തോടെ ഉയർത്തെഴുന്നേൽക്കും. അതാണ്, അങ്ങനെയാണ് ചെന്നൈയുടെ ചരിത്രവും പാരമ്പര്യവും. അതെ, ചരിത്രം ആവർത്തിക്കുന്നതാണ് പിന്നീട് 2023 കണ്ടത്. ധോണിയുടെ നായകത്വത്തിൽ ഇറങ്ങിയ ചെന്നൈ പടയുടെ കുതിപ്പ് ആ സീസണിൽ ആരാധകർ കണ്ടു. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ 10,000ങ്ങളെ സാക്ഷി നിർത്തി ആതിഥേയരായ ഗുജറാത്തിനെ തോൽപ്പിച്ച് ധോണിയും സംഘവും 5ാം IPL കിരീടത്തിൽ മുത്തമിട്ടു. 2024 പുതിയ നായകൻ. 2 സീസൺ മുമ്പ് ടീമിന്റെ വിശ്വസ്ത ഓപ്പണറായി മാറിയ ഋതുരാജ് ഗെയ്ക്വാദ് എന്ന യുവതാരത്തിന് ക്യാപ്റ്റൻസി കൈമാറുന്നു ധോണി. പക്ഷെ വീണ്ടും ചരിത്രം അതുപോലെ ആവർത്തിക്കുന്നു. പ്ലേ ഓഫ് കാണാതെ വീണ്ടും ചെന്നൈ മടങ്ങുന്നു. 5ാം സ്ഥാനത്താണ് ലാസ്റ്റ് സീസണിൽ ടീം ഫിനിഷ് ചെയ്യുന്നത്. അമ്പേ പരാജയം, കിരീടം, വീണ്ടും തോൽവി പരമ്പരകൾ, വീണ്ടും ചാമ്പ്യൻസ്. 2020 മുതൽ ചെന്നൈയുടെ പുതിയ സൈക്കിളാണിത്. ഇത്തവണ ഗെയ്ക്വാദ് എന്ന ക്യാപ്റ്റന്റെ 2ാം സീസണിൽ ആ ചരിത്രം ആവർത്തിക്കുമെന്നാണ് ആരാധകർ ആത്മാർത്ഥമായും വിശ്വസിച്ചത്. അതിന്റെ ശുഭസൂചനയായിരുന്നു മാർച്ച് 23 ചെപ്പോക്കിൽ കണ്ടത്. കരുത്തരായ മുംബൈയെ തകർത്തത് 4 വിക്കറ്റിന്. 2021 സീസണിനെ ഓർമ്മിപ്പിക്കുന്ന അതേ തുടക്കം. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങൾ അത്ര നല്ല സൂചനയല്ല ചെന്നൈക്കും സൂപ്പർ കിങ്സ് ആരാധകർക്കും നൽകുന്നത് എന്ന് പറയേണ്ടി വരും. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെപ്പോക്കിൽ ചെന്നൈയെ തോൽപ്പിക്കുന്നു. അതും 50 റൺസിന്റെ ആധികാരിക ജയം. 2008 IPLന്റെ ആദ്യ സീസണിന് ശേഷം ചെന്നൈയെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിക്കുക എന്നത് ബംഗളൂരുവിന് ചിന്തിക്കാനേ ആകുമായിരുന്നില്ല എന്നോർക്കണം. കഴിഞ്ഞ ദിവസം ഇതാ ഡൽഹിയും ചെപ്പോ കോട്ട തകർത്തിരിക്കുന്നു. 15 വർഷത്തെ ചെന്നൈയുടെ വിജയ റെക്കോർഡാണ് ഡൽഹി പഴങ്കഥയാക്കിയിരിക്കുന്നത്. 2010 പഴയ ഡൽഹി ഡെയർഡെവിൾ സംഘമാണ് ചെപ്പോക്കിൽ ചെന്നൈക്കെതിരെ അവസാനമായി വിജയം നേടുന്നത്. പുതിയ പേരിലും ബ്രാൻഡിലും എത്തിയ ഡൽഹിക്ക് പിന്നീട് അവിടെ ഒരു വിജയം സ്വപ്നം മാത്രമായി അവശേഷിക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഗുവാഹത്തിയിൽ ആതിഥേയരായ രാജസ്ഥാൻ ഉയർത്തിയ 182 റൺസ് എന്ന വിജയലക്ഷ്യം കീഴടക്കാനാകാതെ സാക്ഷാൽ മിസ്റ്റർ ഫിനിഷർ MS ധോണി തലതാഴ്ത്തി തിരിഞ്ഞു നടക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നലെയും അത് തന്നെ ആവർത്തിച്ചു. റൺ റേറ്റ് കുത്തനെ കയറിക്കൊണ്ടിരുന്നപ്പോഴും
ഒരു ബിഗ് ഹിറ്റിന് പോലും അറ്റംപ്റ്റ് ചെയ്യാനാകാതെ ധോണി തപ്പിത്തടയുന്നത് സ്വന്തം തട്ടകത്തിലാണെന്ന് ഓർക്കണം. തോൽവിയും കിരീടവുമെല്ലാം മാറി മറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെയെല്ലാം മറവിൽ അധികമാരും ശ്രദ്ധിക്കാത്തൊരു സത്യമുണ്ട്. കഴിഞ്ഞ 6 വർഷമായി 180 റൺസിന് മുകളിൽ ഒരു ടോട്ടൽ ചെന്നൈക്ക് എത്തിപ്പിടിക്കാനായിട്ടില്ല. പവർ പ്ലേയിൽ ആഞ്ഞടിച്ച് ഓരോ ടീമുകളും 300 റൺസ് പോലും തങ്ങൾക്ക് അസാധ്യമല്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവിടെയും 10 റൺ റേറ്റ് പോലും കണ്ടെത്താനാകാതെ തപ്പിത്തടയുകയാണവർ. അതായത് 2025 ബ്രാൻഡ് T20 ക്രിക്കറ്റിലേക്ക് ഇനിയും ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ചാമ്പ്യൻസ് ടീമിന് റീബ്രാൻഡ് ചെയ്യാനായിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പോഴും കളിക്കുന്നത് 2015 കുട്ടി ക്രിക്കറ്റാണ്. എല്ലാ ടീമുകളും പവർ പ്ലേയും ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനും മാക്സിമൈസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ രണ്ടിലും അമ്പേ പരാജയമാണ് ചെന്നൈ. ഒരു പവർ ഹിറ്റർ ഇല്ലാതെ, എക്സ് ഫാക്ടർ പ്ലെയർ ഇല്ലാതെ, ഏകദിന സ്പെഷ്യലിസ്റ്റുകളുമായി 2025 T20 കളിക്കുന്ന ഒരു IPL സംഘം. ഇപ്പോഴും ധോണി എന്ന 43-കാരൻ രക്ഷകനായി അവതരിക്കുന്നതും കാത്തിരിക്കുന്ന ഒരു ഫ്രാഞ്ചൈസിയും ആരാധകരും. ധോണി യുഗം അവസാനിച്ചെന്ന് ഇനിയും വിശ്വസിക്കാത്ത, തലമുറ മാറ്റത്തെക്കുറിച്ച് ഇനിയും ചിന്തിക്കാത്തൊരു ടീം മാനേജ്മെന്റ്. ചെന്നൈക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് അടുത്ത മത്സരങ്ങളിൽ കാത്തിരുന്നു കാണാം. ടീം തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും ഇപ്പോൾ കൊണ്ട് നടക്കുന്ന പഴഞ്ചൻ അപ്രോച്ചും ടീം സെറ്റപ്പും മനോഭാവവും മാറാതെ പുതിയ T20 ക്രിക്കറ്റിന്റെ കാലത്ത് ടീമിന് അധികം മുന്നോട്ട് പോകാനാകില്ലെന്നത് ഉറപ്പാണ്. ചുരുങ്ങിയത് ഒരു കാര്യമെങ്കിലും അവർ വിശ്വസിക്കണം: ശൂന്യതകളിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പഴയ പത്തരമാറ്റ് ധോണി യുഗം അവസാനിച്ചിരിക്കുന്നു. മാറി ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു.